ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് റേഡിയോ ഐസോട്ടോപ്സിനെ പറ്റി, അയണൈസിങ് റേഡിയേഷൻസിനെ പറ്റിയാണ്. ആദ്യം നമ്മൾ നോക്കുന്നത് റേഡിയോ ഐസോട്ടോപ്സ് എന്താണ്. അപ്പം റേഡിയോ ഐസോട്ടോപ്സ് എന്ന് പറഞ്ഞാൽ അൺസ്റ്റേബിൾ ആറ്റംസ് ആണ് റേഡിയോ ഐസോട്ടോപ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേബിൾ ആറ്റത്തിൽ ബൈൻഡിങ് എനർജി വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും അതുപോലെ ഇലക്ട്രോൺസിനെയൊക്കെ അതിന് നന്നായിട്ട് ഹോൾഡ് ചെയ്ത് വയ്ക്കാനുള്ള കഴിവുണ്ട്. എന്നാൽ അൺസ്റ്റേബിൾ ആറ്റത്തിൽ എപ്പോഴും ന്യൂട്രോൺസിൻ്റെ എണ്ണം എക്സസ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അഡീഷണലായിട്ട് ഒരു ന്യൂട്രോണോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ന്യൂട്രോണോ കാണും. അപ്പോൾ ആ ന്യൂട്രോൺസിൻ്റെ എക്സസ് പ്രസൻസ് കാരണം അത് ഈ ബൈൻഡിങ് എനർജി അപ്സെറ്റ് ചെയ്യുകയും ന്യൂക്ലിയസിന് സ്റ്റേബിളായിട്ടിരിക്കാൻ കഴിയാതെ വരികയും ചെയ്യും. അപ്പോൾ അൺസ്റ്റേബിളായിട്ടുള്ള ന്യൂക്ലിയസ് സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യാനായിട്ട് എക്സ്ട്രാ ന്യൂട്രോൺസിനൊപ്പം മറ്റ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെയും അതുപോലെ തന്നെ റേഡിയേഷൻസിനെയൊക്കെ എമിറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് എന്ന് പറയുന്നത്. റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സിൻ്റെ മറ്റൊരു പേരാണ് റേഡിയോ ഐസോട്ടോപ്സ്. പറ്റിയാണ്. അപ്പോൾ റേഡിയോ ഐസോട്ടോപ്പിൻ്റെ പ്രത്യേകത, ദേ ആർ അൺസ്റ്റേബിൾ ആറ്റംസ്, ദേ ഹാവ് അഡീഷണൽ ന്യൂട്രോൺസ് വിച്ച് അപ്സെറ്റ് ദെയർ ബൈൻഡിങ് എനർജി ആൻഡ് സോ ദേ ആർ ഹൈലി അൺസ്റ്റേബിൾ. ടു ഗെറ്റ് ബാക്ക് ടു ദെയർ ബാലൻസ്ഡ് സ്റ്റേറ്റ് they will gives off these extra neutrons and they also gives off radiations. Such unstable atoms are said to be radioactive isotope or simply radioisotopes. Okay, മനസ്സിലായല്ലോ. ഇനി അടുത്തതെന്ന് പറയുന്നത് റേഡിയോ ആക്ടിവിറ്റി ആണ്. റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അതൊരു ഫിനോമിനൻ ആണ് അല്ലേ. അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഈ ആറ്റം എന്താണ് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഈ റേഡിയോ ആക്ടിവിറ്റിയെ നമുക്ക് റേഡിയോ ആക്റ്റീവ് ഡീകേ എന്നും പറയാം. അപ്പം റേഡിയോ ആക്ടിവിറ്റി തന്നെയാണ് റേഡിയോ ആക്റ്റീവ് ഡീകേ എന്ന് പറയുന്നത്. അപ്പോൾ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇങ്ങനെ എന്താണ് ന്യൂട്രോൺസും അതുപോലെ ന്യൂട്രോൺസിനെ മാത്രമല്ല ചിലവർ ന്യൂട്രോൺസിനെ എമിറ്റ് ചെയ്യും, ചിലത് പ്രോട്ടോൺസിനെ ആയിരിക്കും എമിറ്റ് ചെയ്യുന്നത്, ചിലവർ ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യും, മറ്റ് പല പാർട്ടിക്കിൾസിനെയും എമിറ്റ് ചെയ്യും. അപ്പം ഇങ്ങനെ മറ്റ് പല പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്യും. ഇപ്പോൾ ആൽഫ റേഡിയേഷൻ, ബീറ്റ, ഗാമ അതുപോലെയുള്ള റേഡിയേഷൻ എലോങ് വിത്ത് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഇത്രയായിരിക്കും റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ആ റിലീസ് ചെയ്യുന്ന ആ ഒരു ഫിനോമിനെ പറയുന്ന പേരാണ് റേഡിയോ ആക്ടിവിറ്റി. അപ്പോൾ അതൊരു പ്രോപ്പർട്ടിയാണ്. ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ദാറ്റ് ഈസ് എക്സിബിറ്റഡ് ബൈ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ്. റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് എക്സിബിറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് നമ്മൾ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ റേഡിയോ ആക്ടിവിറ്റിയുടെ പ്രത്യേകത എന്താ? സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ന്യൂട്രോൺസ്, പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ്, അതിനൊപ്പം റേഡിയേഷൻസ് ആയിട്ടുള്ള ആൽഫ, ബീറ്റ, ഗാമ റേഡിയേഷൻസും എമിറ്റ് ചെയ്യും. കിട്ടിയോ റേഡിയോ ആക്ടിവിറ്റി എന്താണെന്ന്? അപ്പം ഞാനൊന്ന് പറയാം. ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി എക്സിബിറ്റഡ് ബൈ സർട്ടൺ ടൈപ്സ് ഓഫ് റേഡിയോ ഐസോട്ടോപ്പ് ആൻഡ് ഇൻ ദിസ് പ്രോപ്പർട്ടി ദേ വിൽ എമിറ്റ് എനർജി എലോങ് വിത്ത് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. ഈ എനർജി എന്ന് പറയുന്നതാണ് എന്താണ് റേഡിയേഷൻസ്. റേഡിയേഷൻസ് എന്ന് പറയുന്നത് 3 ഫോംസിലെ റേഡിയേഷൻസ് ആണ് മെയിനായിട്ട് എമിറ്റ് ചെയ്യുന്നത്, ആൽഫ, ബീറ്റ ആൻഡ് ഗാമ. അപ്പോൾ ഈ റേഡിയോ ആക്ടിവിറ്റിയുടെ മറ്റൊരു പേരാണ് റേഡിയോ ആക്റ്റീവ് ഡീകേ എന്ന് പറയുന്നത്. റേഡിയോ ആക്ടിവിറ്റിയെ തന്നെയാണ് നമ്മൾ റേഡിയോ ആക്റ്റീവ് ഡീകേ എന്നും പറയുന്നത്. അപ്പോൾ റേഡിയോ ആക്റ്റീവ് ഡീകേ എന്ന് പറഞ്ഞാൽ എന്താ? റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ഡീകേ ആവുന്നു. അതിൻ്റെ എന്താണ് അൺസ്റ്റേബിൾ നേച്ചർ മാറ്റാനായിട്ട് അതെന്ത് ചെയ്യുന്നു? അതിൽ നിന്നുള്ള ന്യൂട്രോൺസിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെയോ റേഡിയേഷൻസിനെയോ എമിറ്റ് ചെയ്തിട്ട് കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഫോമിലേക്ക് വരുന്നു. അതിനെയാണ് റേഡിയോ ആക്റ്റീവ് ഡീകേ എന്ന് പറയുന്നത്. റേഡിയോ ആക്റ്റീവ് ഡീകേ അല്ലെങ്കിൽ റേഡിയോ ആക്ടിവിറ്റിയെ തന്നെ നമ്മൾ ന്യൂക്ലിയർ ഡീകേ അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ, ന്യൂക്ലിയർ ഡിസിൻറ്റഗ്രേഷൻ എന്നെല്ലാം പറയാറുണ്ട്. അപ്പം ഈ റേഡിയോ ആക്ടിവിറ്റിയുടെ മറ്റൊരു പേരാണ് റേഡിയോ ആക്റ്റീവ് ഡീകേ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഡീകേ, റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഡിസിൻറ്റഗ്രേഷൻ. ഇതെല്ലാം പല ടെക്സ്റ്റ് പല രീതിയിലായിരിക്കും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം എന്താണ് ഉദ്ദേശിക്കുന്നത്? റേഡിയോ ആക്ടിവിറ്റി എന്നുള്ള പ്രോസസ്സിനെ തന്നെയാണ്. മനസ്സിലായോ? ഓക്കെ. ഇനി ഈ റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള മോളിക്യൂൾസ് ആണെന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു റേഡിയോ ഐസോട്ടോപ്സ് ആണ് റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്നത്. അപ്പോൾ അത് നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള എലമെൻസും ഉണ്ട്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യലി പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള എലമെൻസും ഈ റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ റേഡിയോ ആക്ടിവിറ്റി പ്രോസസ്സിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു മറ്റൊരു മോളിക്യൂൾ ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു പേരൻറ്റ്
പേരൻറ്റിൽ നിന്നും എന്താണ് ഒരു ന്യൂട്രോണിനെയോ അല്ലെങ്കിൽ റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന ആദ്യത്തെ മോളിക്യൂൾ, അതിനെ നമ്മൾ ഡോട്ടർ മോളിക്യൂൾ എന്നാണ് പറയുന്നത്. പക്ഷെ ആ ഡോട്ടർ മോളിക്യൂൾ സ്റ്റേബിൾ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതും അതും ഐസോട്ടോപ്പ് ആണെങ്കിൽ അതും വീണ്ടും എന്തിനു വിധേയമാവും? ഈ റേഡിയോ ആക്റ്റീവ് ഡീക്കേക്ക് വിധേയമായി വീണ്ടും അത് അടുത്തൊരു ഡോട്ടർ ന്യൂക്ലിയെ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ എപ്പോഴാണോ ആ ന്യൂലി ഫോംഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് അല്ലെങ്കിൽ എലമെന്റ് സ്റ്റേബിൾ ആവുന്നത് അതുവരെ ആ റേഡിയോ ആക്റ്റീവ് അല്ലെങ്കിൽ റേഡിയോ ആക്ടിവിറ്റി അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് ഡീകെ എന്നുള്ള പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പം എന്താ പറഞ്ഞേ? റേഡിയോ ആക്ടിവിറ്റിയുടെ ഫലമായിട്ട് ഉണ്ടാവുന്ന ഡോട്ടർ ന്യൂക്ലിയെ അല്ലെങ്കിൽ ഡോട്ടർ എലമെന്റ് അല്ലെങ്കിൽ ഡോട്ടർ ആറ്റം അത് ഫസ്റ്റ് ടൈം തന്നെ സ്റ്റേബിൾ ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതിന് അത് വീണ്ടും റേഡിയോ ആക്റ്റീവ് ആണെങ്കിൽ അത് എപ്പോഴാണോ സ്റ്റേബിൾ കോമ്പൗണ്ടായിട്ട് മാറുന്നത് അതുവരെ അത് എന്ത് ചെയ്യും? ഓരോരോ കോമ്പൗണ്ട്സിനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അതിൽ നിന്നും വീണ്ടും ഈ സബ് അറ്റോമിക് പാർട്ടിക്കിൾസും റേഡിയേഷൻസും എമിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ ആണോ? അപ്പം നമ്മൾ ഇപ്പം പറഞ്ഞത് റേഡിയോ ആക്ടിവിറ്റി ആണ്. അപ്പം റേഡിയോ ആക്ടിവിറ്റി ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ദാറ്റ് ഈസ് എക്സിബിറ്റഡ് ബൈ റേഡിയോ ഐസോട്ടോപ്പ് which decomposes spontaneously and releases neutron, proton, electrons and other radiations such as alpha, beta and gamma. Radioactivity ഒന്നുകൂടെ പറയാം. It is the property exhibited by radioactive isotope which decomposes spontaneously, releasing subatomic particles like neutrons, protons, electrons along with radiations like alpha, beta, gamma, etc. കിട്ടിയോ കുഞ്ഞുങ്ങളെ? മനസ്സിലായോ? ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റേഡിയോ ആക്റ്റീവ് ഹാഫ് ലൈഫാണ്. ഇപ്പോൾ റേഡിയോ ആക്റ്റീവ് ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ അതിൻ്റെ ടോട്ടൽ എമൗണ്ടിൽ നിന്നും പകുതി ആവാൻ എടുക്കുന്ന പകുതിയായിട്ട് വിഘടിച്ച് മാറാനായിട്ട് എടുക്കുന്ന ടോട്ടൽ ടൈമിനെയാണ് നമ്മൾ അതിൻ്റെ റേഡിയോ ആക്റ്റീവ് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ റേഡിയോ ആക്റ്റീവ് ഹാഫ് ലൈഫ് it is the time taken by the radioactive material to decompose by 1/2. ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ 1/2 ആയിട്ട് മാറാൻ എടുക്കുന്ന ആ ടൈമിനെയാണ് നമ്മൾ റേഡിയോ ആക്റ്റീവ് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ റേഡിയോ ആക്ടിവിറ്റി മെഷർ ചെയ്യാനായിട്ടുള്ള ഒരു മെഷർമെൻ്റ് ആണ് ഈ റേഡിയോ ആക്റ്റീവ് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. ഇനി എല്ലാ അറ്റോമിക് നമ്പർ 83 എബോ ആയിട്ടുള്ള എല്ലാ എലമെൻസും റേഡിയോ ഐസോട്ടോപ്പുകളാണ്. മനസ്സിലായോ? അറ്റോമിക് നമ്പർ 83 മുകളിലുള്ള എല്ലാ എലമെൻസും റേഡിയോ ഐസോട്ടോപ്പുകളാണ്. എന്ന് വെച്ചാൽ എന്താ? അവർക്കെല്ലാം റേഡിയോ ആക്ടിവിറ്റി എന്നുള്ള ഫിനോമിനൻ ഉണ്ട്. അവരൊന്നും തന്നെ സ്റ്റേബിൾ അല്ല. ദേ ആർ ഓൾ അൺസ്റ്റേബിൾ. അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവർക്ക് അൺസ്റ്റേബിൾ ന്യൂക്ലിയസ് ആണ്. അതുകൊണ്ട് തന്നെ അവർ റേഡിയോ ആക്ടിവിറ്റി കാണിക്കും. അപ്പം നമ്മൾ റേഡിയോ ആക്റ്റീവ് ഹാഫ് ലൈഫ് എന്താണെന്ന് പറഞ്ഞു, അതൊരു ടൈം ആണെന്ന് പറഞ്ഞു. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഹാഫായിട്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് മാറാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ റേഡിയോ ആക്റ്റീവ് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ അതതിൻ്റെ റേഡിയോ ആക്ടിവിറ്റിയുടെ ഒരു മെഷർമെൻ്റ് ആയിട്ടാണ് നമ്മൾ റേഡിയോ ആക്റ്റീവ് ഹാഫ് ലൈഫിനെ കരുതുന്നത്. അതുപോലെ ഈ റേറ്റ് ഓഫ് ഡീകെ, അതായത് റേഡിയോ ആക്റ്റീവ് ഡീകെ എന്ന് പറയുന്നത് ഒരു ഐസോട്ടോപ്പിനെ സംബന്ധിച്ച് കോൺസ്റ്റൻ്റ് ആയിരിക്കും. എപ്പോഴും കോൺസ്റ്റൻ്റ് രീതിയിൽ തന്നെ ആയിരിക്കും അതിന് റേഡിയോ ആക്ടിവിറ്റി നടക്കുന്നത് അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് ഡീകെ നടക്കുന്നത്. അതുകൊണ്ട് ഹാഫ് ലൈഫ് പീരീഡ് എപ്പോഴും ഒരു എലമെൻറ്റിനെ സംബന്ധിച്ച് എന്തായിരിക്കും? സെയിം ആയിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും, വേരി ചെയ്യത്തില്ല. പിന്നെ നമ്മൾ പറഞ്ഞ 83 അറ്റോമിക് നമ്പർ വരുന്ന 83 എന്നുള്ള അറ്റോമിക് നമ്പറിന് മുകളിലുള്ള എല്ലാ എലമെൻസും എങ്ങനെയായിരിക്കും? റേഡിയോ ഐസോട്ടോപ്സ് ആയിരിക്കും. അവർ റേഡിയോ ആക്ടിവിറ്റി കാണിക്കും. ഓക്കെ, മനസ്സിലായോ? ഓക്കെ. ഇനി നമ്മൾ ട്രാൻസ്മ്യൂട്ടേഷൻ എന്നൊരു ടേമാണ് പറയുന്നത്. ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു റേഡിയോ ഐസോട്ടോപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഒരു റേഡിയോ ഐസോട്ടോപ്പ് ഒരു വട്ടം റേഡിയേഷൻ എമിറ്റ് ചെയ്താൽ അതിൽ നിന്നൊരു ഫസ്റ്റ് ഡോട്ടർ ന്യൂക്ലിയ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അത് വേണമെങ്കിൽ റേഡിയോ ആക്റ്റീവ് ആകാം, അല്ലെങ്കിൽ അതൊരു സ്റ്റേബിൾ ന്യൂക്ലിയസ് ആവാം. അപ്പം റേഡിയോ ആക്റ്റീവായിട്ടുള്ള ഒരു എലമെൻറ്റ് എപ്പോഴാണോ സ്റ്റെബിലൈസ് ചെയ്ത് ഒരു പുതിയ സ്റ്റേബിൾ ന്യൂക്ലിയ ഫോം ചെയ്യുന്നത്, അതിനെയാണ്, ആ ഒരു പ്രോസസ്സിനെയാണ് ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്.
കിട്ടിയോ? പറഞ്ഞ എന്തുവാന്ന്? ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ ഒരു റേഡിയോ ഐസോട്ടോപ്പ് എപ്പോഴാണോ സ്റ്റെബിലൈസ് ചെയ്തിട്ട് അതിൽ നിന്നും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയർ ഫോം ചെയ്യുന്നത്, അന്നേരമാണ് ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. Transmutation is a process by which radioisotope stabilizes by transforming into new elements. ഒരു ന്യൂ എലമെൻറ്റ്സ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്ത് ഒരു റേഡിയോ ഐസോട്ടോപ്പ് സ്റ്റെബിലൈസ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് യുറേനിയം 238 ആണ്. യുറേനിയം 238 എന്ന് പറയുന്ന ആ റേഡിയോ ഐസോട്ടോപ്പിൻ്റെ പ്രത്യേകത, അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 92ഉം അതിൻ്റെ അറ്റോമിക് വെയ്റ്റ് അതായത് മാസ് നമ്പർ എന്ന് പറയുന്നത് 238 ആണ്. അപ്പം 92 ആണ് അതിൻ്റെ അറ്റോമിക് നമ്പർ, മാസ് നമ്പർ 238 ആണ്. യുറേനിയം 238ൻ്റെ കാര്യമാണ് പറയുന്നത്. ഇത് ഡീകേ സംഭവിച്ചിട്ട് അത് ലാസ്റ്റ് ഒരു സ്റ്റേബിൾ കോമ്പൗണ്ടായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സ്റ്റെപ്പിലുള്ള ഡീകേ നടക്കുന്നുണ്ട്. ഒരു അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഒരു 10-12 കോമ്പൗണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തന്നെ റേഡിയോ ഐസോട്ടോപ്പാണ്. അപ്പോൾ യുറേനിയം 238 ഡീകേ ചെയ്തിട്ട് ആദ്യം തോറിയം 234 ഉണ്ടാകുന്നു, പിന്നെ അത് പ്രൊട്ടാക്റ്റിനം 234 ആകുന്നു, പിന്നെ വീണ്ടും അത് യുറേനിയം 234 ആകുന്നു. അങ്ങനെ ഒത്തിരി കോമ്പൗണ്ടുകൾ ഇടയ്ക്കുണ്ടായിട്ട് ലാസ്റ്റ് ലെഡ് 206 ആകുന്നു. ഈ ലെഡ് 206 എന്ന് പറയുന്ന ഒരു സ്റ്റേബിൾ ഐസോട്ടോപ്പ്, അതൊരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് അല്ല. മനസ്സിലായോ? അപ്പോൾ യുറേനിയം 238ൻ്റെ ട്രാൻസ്മ്യൂട്ടേഷൻ ചെന്ന് നിൽക്കുന്നത് എവിടാ? യുറേനിയം ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് കോമ്പൗണ്ടാണ്. യുറേനിയം 238ന് റേഡിയോ ആക്റ്റീവ് ഡീകേ സംഭവിച്ചു കഴിഞ്ഞ് ഒത്തിരിയേറെ ഡോട്ടർ ന്യൂക്ലിയർ ഫോം ചെയ്ത് ഒത്തിരിയേറെ ആൽഫ ബീറ്റ റേഡിയേഷൻസിനെയൊക്കെ എമിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഫൈനലി അത് എന്തായിട്ട് മാറുന്നു? ലെഡ് 206 ആയിട്ട് മാറുന്നു. ഓക്കെ ആണോ? അപ്പോൾ ഈ യുറേനിയത്തിന് ഇത്രയേറെ റേഡിയോ ആക്ടിവിറ്റി ഉള്ള ഇടയ്ക്കുള്ള ഇൻ്റർമീഡിയറ്റ് ന്യൂക്ലിയസിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ട് നമ്മൾ യുറേനിയത്തിനെ ആറ്റം ബോംസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. യുറേനിയത്തിൽ നിന്നും ആദ്യം എമിറ്റ് ചെയ്ത ആൽഫ എമിഷൻ വഴി ഉണ്ടാകുന്നത് തോറിയാന്ന് പറഞ്ഞു. തോറിയത്തിൽ നിന്ന് പ്രൊട്ടാക്റ്റിനും ഉണ്ടാവും. പ്രൊട്ടാക്റ്റിനത്തിൽ നിന്ന് യുറേനിയം 234 ഉണ്ടാവും. അപ്പോൾ യുറേനിയം 238 എടുത്താലും യുറേനിയം 234 എടുത്താലും രണ്ടും എന്തുവാണ്? റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ട്രാൻസ്മ്യൂട്ടേഷൻ ഉണ്ടാകുന്ന ലാസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ലെഡ് 206 തന്നെയാണ്. യുറേനിയം 238 ആണെങ്കിൽ നമുക്ക് കുറേയും കൂടെ എന്ത് കിട്ടും? ആൽഫ എമിഷൻസും കുറേയും കൂടെ ന്യൂട്രോൺസിനെയൊക്കെ കിട്ടും. അപ്പോൾ ഒന്നുകിൽ നമുക്ക് യുറേനിയം 238 എടുക്കാം, അല്ലെങ്കിൽ യുറേനിയം 234 എടുക്കാം. ഇത് രണ്ടെടുത്താലും അറ്റോമിക് ബോംസിലും ഒക്കെ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിഷൻ റിയാക്ടേഴ്സിലും ഒക്കെ നമുക്ക് ചെയിൻ റിയാക്ഷൻസിന് വേണ്ടി ഈ കോമ്പൗണ്ട്സിനെ അല്ലെങ്കിൽ ഇതിനകത്ത് ഇടയ്ക്ക് വരുന്ന ഏത് കോമ്പൗണ്ടിനെ എടുത്താലും അവരെന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? ഇങ്ങനെ അൺസ്റ്റേബിൾ ന്യൂക്ലിയർ ആയതുകൊണ്ട് ഒത്തിരിയേറെ റേഡിയേഷൻസിനെയും അതുപോലെ ന്യൂട്രോൺസിനെ ഇലക്ട്രോൺസിനെ ഒക്കെ ഇങ്ങനെ എമിറ്റ് ചെയ്ത് ആ ഒരു റിയാക്ഷൻ ചെയിനായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ ആണോ? അപ്പോൾ ട്രാൻസ്മ്യൂട്ടേഷൻ പറഞ്ഞു. അപ്പോൾ ട്രാൻസ്മ്യൂട്ടേഷൻ ഈസ് എ പ്രോസസ് ബൈ വിച്ച് റേഡിയോ ഐസോട്ടോപ്പ് സ്റ്റെബിലൈസസ് ടു ഫോം ന്യൂ എലമെൻറ്റ്സ്. an എക്സാമ്പിൾ യുറേനിയം 238 എങ്ങനെ ലെഡ് 206 ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതുവരെ റേഡിയോ ആക്ടിവിറ്റിയെ പറ്റിയാണ് പറഞ്ഞത്. റേഡിയോ ഐസോട്ടോപ്പ് എന്താണെന്ന് പറഞ്ഞു, റേഡിയോ ആക്ടിവിറ്റി എന്താണെന്ന് പറഞ്ഞു, റേഡിയോ ആക്റ്റീവ് ഹാഫ് ലൈഫ് എന്താണെന്ന് പറഞ്ഞു, ട്രാൻസ്മ്യൂട്ടേഷൻ എന്താണെന്ന് പറഞ്ഞു, പിന്നെ യുറേനിയത്തിൻ്റെ ട്രാൻസ്മ്യൂട്ടേഷൻ പറഞ്ഞു. ആ ട്രാൻസ്മ്യൂട്ടേഷൻ കാണിക്കുന്നത് കൊണ്ട് യുറേനിയത്തിന് ഉള്ള അഡ്വാൻറ്റേജസ്, ചെയിൻ റിയാക്ഷൻ ന്യൂക്ലിയർ റിയാക്ടറിലും ആറ്റം ബോംസിലും ഒക്കെ നമ്മൾ യുറേനിയത്തിനെ യൂസ് ചെയ്യുന്നു എന്നും പറഞ്ഞു. അപ്പം നമ്മുടെ റേഡിയോ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്ക് തീർന്നു. അപ്പം ഇതിനകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ വല്ലതും ക്ലിയർ ചെയ്യാനോ വല്ലതും ഉണ്ടോ? കുഞ്ഞുങ്ങളെ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നോ? മനസ്സിലായി, ഡൗട്ടില്ല. അപ്പം ഞാൻ അടുത്ത ടോപ്പിക്